കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ആലപ്പുഴ വളഞ്ഞ വഴിയിൽ കടൽക്ഷോഭം ശക്തം. നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കടലാക്രമണം ശക്തമായത്. നിലവിൽ ഇവിടെ കടൽഭിത്തി ഇല്ലാത്തതിനാൽ അതിശക്തമായ തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ഇവിടെ കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രാപോഡുകൾക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത്. നിരവധി വൃക്ഷങ്ങളും കടപുഴകി വീണു. ശക്തമായ കടലേറ്റത്തിൽ നിരവധി വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. അശാസ്ത്രീയമായ രീതിയിൽ കോടികൾ ചെലവഴിച്ച് ടെട്രാപോഡുകൾ സ്ഥാപിച്ചത് തങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടില്ലെന്ന് തീരദേശവാസികൾ പറയുന്നു. ഉച്ച കഴിഞ്ഞായി നേരത്തെ കുറവുണ്ടായിരുന്നു, രാവിലെ കുറവുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ കടൽഭിത്തിയൊന്നും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, അവർ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ഉള്ളതെല്ലാം നശിച്ചു പോകുന്ന അങ്ങനെ കിടന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾക്കും എല്ലായിടവും പോയതാണ്, എന്നിട്ടൊന്നും ആരും ഗവനിച്ചില്ല. പറയാനല്ലേ കഴിയത്തുള്ളൂ. ഇന്ന് MLA വീട്ടിൽ പോയി വിളിച്ചുണർത്തി സംസാരിച്ച് ഇവിടെ കടൽഭിത്തി വരണം, ഞങ്ങൾക്ക് കല്ലിട്ട് വരണം, തീരെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല. ഒന്നും കാണാത്ത മട്ടിന് പോയി വിളിക്കുക. അവർ വന്ന് നോക്കി അവർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞും പോകുന്നവരെ പിന്നെ ഈ വഴിക്കേ കാണത്തില്ല. പുലിമുട്ടോടു കൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ല. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറമാണ് കടൽ കിടന്നു വെച്ചത്. ഇപ്പോൾ ഇത്രയും കയറി ഇവിടെ ഇത് എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ്റെ വീടാണ്. ഇപ്പോൾ ഇത്രയും കയറി എൻ്റെ വൈഫിൻ്റെ വീട് എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇത്രയും കയറിയിട്ടും ഇവിടെ സർക്കാരോ അതിൻ്റെ സംവിധാനങ്ങളോ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇവിടുത്തെ MLAയും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നോക്കൂറ്റിയായിട്ട് ഇരിക്കുകയാണ്. ഒരു മാസം മുൻപും അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ ഇവിടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു. നിരവധി വീടുകൾ ഏതു സമയവും കടലെടുക്കുമെന്ന ആശങ്കയാണുള്ളത്. മുന്നറിയിപ്പ് നൽകിയിരുന്നതുകൊണ്ട് വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ നീക്കം ചെയ്തിരുന്നു. എങ്കിലും രാത്രിയോടെ കടൽ ശക്തമായാൽ എന്തു ചെയ്യുമെന്ന ആധിയിലാണ് തീരദേശവാസികൾ. ആലപ്പുഴ തീരദേശത്ത് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം. അർദ്ധരാത്രിയിൽ KSEB ഓഫീസ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. മണിക്കൂറുകൾ തെറ്റാതെ പുന്നപ്ര തെക്കു പഞ്ചായത്ത് 1-ാം വാർഡിലെ 50ഓളം പേരാണ് കഴിഞ്ഞ രാത്രിയിൽ KSEB ഓഫീസ് ഉപരോധിച്ചത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടയിലാണ് രാത്രി 11:30 പുന്നപ്ര പടിഞ്ഞാറ് സമരഭൂമി പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. തുടർന്ന് നാട്ടുകാർ പലതവണ KSEBയിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. പിന്നീട് 15ഓളം പേർ KSEB ഓഫീസിലെത്തിയപ്പോൾ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ മുൻ പഞ്ചായത്ത് അംഗം KF തോബിയാസിൻ്റെ നേതൃത്വത്തിൽ KSEB ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. പിന്നീട് പുന്നപ്ര പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് അതിപുലർച്ചെ 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. അതേസമയം വൈദ്യുതി മുടങ്ങാനുണ്ടായ കാരണം KSEB വ്യക്തമാക്കിയില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി തോട്ടിലെ പോളശല്യം ഒഴിവാക്കാൻ അടിയന്തര നടപടിയുമായി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA. പ്രശ്നപരിഹാരത്തിന് റണ്ണിംഗ് കോൺട്രാക്ട് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. കുറച്ചു കാലങ്ങളായി പോളശല്യം രൂക്ഷമായി ജലഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു ബോട്ട് ജെട്ടി തോട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA 1 വർഷം നീണ്ടു നിൽക്കുന്ന റണ്ണിംഗ് കോൺട്രാക്ട് നൽകി പോള നീക്കുന്ന പ്രവർത്തനം നടത്തിയിരുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ചങ്ങനാശ്ശേരി ആലപ്പുഴ ജലഗതാഗതം നന്നായി നടത്തുവാൻ സാധിക്കുകയും പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതി വരികയും ചെയ്തിരുന്നു. കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ ശേഷമുണ്ടായ വേലിയേറ്റത്തെ തുടർന്ന് വീണ്ടും പോളശല്യം രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് ചീഫ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ വീണ്ടും റണ്ണിംഗ് കോൺട്രാക്ട് അനുവദിച്ച് പോളശല്യം നീക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ MLA നിർദ്ദേശിച്ചത്. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ തന്നെ പോളവാരി ബോട്ട് ജെട്ടിയും തോടും നവീകരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ MLAക്ക് ഉറപ്പ് നൽകി. ഇതിലേക്ക് 9 ലക്ഷം രൂപയാണ് 1 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിരിക്കുന്നത്. പോളശല്യം സ്ഥിരമായി പരിഹരിക്കുവാൻ ഒരു സംവിധാനമില്ലാത്തത് ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും MLA അഭിപ്രായപ്പെട്ടു.
ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി തോടിൽ പോളശല്യം രൂക്ഷമായതിനെക്കുറിച്ചും അതുമൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും KCV ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷിപ്പനിയുടെ പേരിൽ അടച്ചിടേണ്ടി വന്ന ഇറച്ചിക്കോഴി വിൽക്കുന്ന കട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആലപ്പുഴ ചിക്കൻ വ്യാപാരി സമിതി. ഇറച്ചിക്കോഴികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നും സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ താറാവിനുണ്ടാകുന്ന പക്ഷിപ്പനിയുടെ പേരിൽ ബോയിലർ ചിക്കൻ കച്ചവടം ചെയ്യുന്ന കടക്കാരെ ആ ഒരു പേരിൽ അടപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭരണകൂടം തുടർന്നുകൊണ്ട് വരുന്നത്. ഈ നാളത്രയും കാലം ഈ താറാവ് കൃഷിക്കാർക്കുണ്ടാകുന്ന നഷ്ടം ഗവൺമെൻറ് വഹിച്ച് 240-245 രൂപ മുതൽ കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരുടെ വിഷയത്തിൽ പരിഹാരം കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ അവസ്ഥയിൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന കാലത്തോളം കടയടച്ച് ഇടേണ്ടി വരുന്ന ചിക്കൻ വ്യാപാരികൾക്ക് ഒരു സഹായവും ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകുന്നില്ല. 100 കിലോയ്ക്ക് താഴെ ചെറുകിടക്കാർ കച്ചവടം 50 കിലോ 100 കിലോ കച്ചവടം ചെയ്യുന്ന ചെറുകിടക്കാർക്ക് അന്നെന്നുള്ള അവരുടെ ജീവിത വരുമാനമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ കുടുംബം ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് 10 കിലോമീറ്ററിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന നിയമം വരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ വരുന്ന വ്യാപാരികൾക്ക്, ചിക്കൻ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഭരണകൂടം തയ്യാറാകണം. ആലപ്പുഴ ജില്ലയിൽ 28 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ബ്രോയിലർ ചിക്കൻ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്ന ബ്രോയിലർ ചിക്കന് പനി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വിൽപ്പനയും കടത്തും നിരോധിച്ചിരിക്കുന്നതിനാൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും ചിക്കൻ വ്യാപാരി സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ 1160 കടകളാണുള്ളത്. ഇതിൽ 360 എണ്ണം അടച്ചുപൂട്ടി. ആലപ്പുഴ നഗരപരിധിയിലും നിരോധനം ബാധകമായതോടെ ഇവിടെയുള്ള ഹോട്ടലുകൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷിപ്പനി മൂലം താറാവ് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ ഇതുമൂലം ഇറച്ചിക്കോഴികൾ വിൽക്കുന്ന കടകൾ അടച്ചിടേണ്ടി വന്നാൽ ആരും നഷ്ടപരിഹാരം നൽകുന്നില്ല. ഇത് മനസ്സിലാക്കി കട അടച്ചിടേണ്ടി വന്നിരിക്കുന്ന ഇറച്ചിക്കോഴി കട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നെടുമുടി പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വ്യാജരേഖ ചമച്ച് ആലപ്പുഴ ICICI ബാങ്കിൽ നിന്നും SC കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന് ആരോപണം. ചെയർപേഴ്സണെ സ്ഥാനത്ത് നിന്നും പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ CDS ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രകടനത്തിന് ശേഷം ചേർന്ന പ്രതിഷേധ യോഗം DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷ കാലഘട്ടമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ പേര് നമ്മൾ എവിടെ കേൾക്കുന്നോ അവിടെയെല്ലാം അഴിമതിയുണ്ട്. പിണറായി വിജയൻ ഈക്വൽ ടു അഴിമതി. ആ പിണറായി വിജയന്റെയും CPM-ഉം കേരളത്തിൽ കഴിഞ്ഞ 8 വർഷ കാലഘട്ടമായി വലിയ അഴിമതിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അഴിമതിക്കെതിരായിട്ട് ജനം വോട്ട് ചെയ്ത് നെടുമുടി പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചു. പക്ഷേ അവിടെ CDSന്റെ പേരിൽ CDS ചെയർപേഴ്സൺ CPM-ന്റെ പിണറായി വിജയന്റെ അനുകൂലിയായ CDS ചെയർപേഴ്സൺ ഈ പഞ്ചായത്തിൽ വരികയും ഞങ്ങൾ CPM-കാരല്ലേ, ഞങ്ങൾക്ക് എവിടെ പോയാലും അഴിമതി കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. യോഗത്തിൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് റോബർട്ട് ജോൺസൺ അധ്യക്ഷനായിരുന്നു. കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ NV ഹരിദാസ്, മിനി മന്മഥൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, വർഗീസ് ജോസഫ് വലിയാക്കൽ, PS തോമസ്, മറിയാമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹിന്ദു സാംബവർ സമാജം 12ാം സംസ്ഥാന സമ്മേളനം മെയ് 10 മുതൽ 12 വരെ ചങ്ങനാശ്ശേരിയിൽ. ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നതാണ് സമ്മേളനം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീർച്ചയായിട്ടും ഇവിടെ സംവരണം ഉണ്ടെങ്കിൽ പോലും വളരെ പരിമിതമായ തോതിലാണ് സംവരണം നടപ്പിലാക്കുന്നത്. മാത്രമല്ല, കേവലം സംവരണം എന്ന് പറയുമ്പോൾ ജോലി കിട്ടുന്ന സംഗതി മാത്രമല്ലല്ലോ, മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ജനവിഭാഗത്തിന്റെ രാഷ്ട്രത്തിന്റെ സമ്പത്തിനും അധികാരത്തിനും ജനസംഖ്യ അനുപാതികമായിട്ടുള്ള ഒരു പ്രാമുഖ്യം ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വികസനക്ഷേമ പദ്ധതികളുടെ നവീന പദ്ധതിയിൽ ആവിഷ്കരിക്കാൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തല എണ്ണി തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ് കേരള ഹിന്ദു സാംബവർ ഈ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനുണ്ട്. മറ്റൊരു
വളരെ ഒരുപാട് പ്രകടന പത്രികകൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ UDF മാറി മാറി വരുന്ന നമ്മുടെ കേരളത്തിൽ പ്രകടന പത്രികകൾ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള 99% ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴും സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവാക്കപ്പെടുന്ന ശമ്പള ഇനത്തിൽ ചെലവാക്കുന്ന അധ്യാപക അനധ്യാപക എയ്ഡഡ് മേഖല നിയമനങ്ങൾക്ക് ഇപ്പോഴും സംവരണം ഏർപ്പെടുത്തില്ലെന്നുള്ളത് കൃത്യമായ സത്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ പുരോഗമന സർക്കാരുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. മെയ് 10 വെള്ളിയാഴ്ച വൈകുന്നേരം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ശ്രീമദ് ഖാവാരിക്കുളം കണ്ടൻ കുമാരൻ നഗറിൽ സംഘടനാ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. 11 രാവിലെ 10:30 ഉദ്ഘാടന സമ്മേളനം. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മെയ് 12 ഞായറാഴ്ച രാവിലെ 10 ചേരുന്ന വനിതാ യുവജന സമ്മേളനം മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6 ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന ആവശ്യമാണ് സമ്മേളനം പ്രധാനമായും ഉന്നയിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃക്കൊടിത്താനം ആഞ്ഞിലിവേലിക്കുളം പുത്തൻപുരയിൽ തങ്കമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തൃക്കൊടിത്താനം സൂര്യ കേബിൾ വിഷൻ നെറ്റ്വർക്ക് ഉടമയും കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓഹരി ഉടമയുമായ PP അജീഫിൻ്റെ മാതാവാണ് പരേത. തങ്കമ്മയുടെ നിര്യാണത്തിൽ KCB മാനേജ്മെന്റ് അനുശോചനം അറിയിച്ചു. മാന്നാർ കുട്ടൻപേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള 13ാമത് പൊതിച്ചോറ് വിതരണം കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി. മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പൊതിച്ചോറ് വിതരണത്തിന്റെ ഉദ്ഘാടനം മാന്നാർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ B. രാജേന്ദ്രൻപിള്ള നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തി നിവാസ് അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ചിത്ര സാബു, ബിന്ദു, ശ്രീലക്ഷ്മി, ഓമന, ആകാശ്, റൌഫ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പൊതിച്ചോറ് വിതരണം കുമാരി ദേവീന അപർണ ഉദ്ഘാടനം ചെയ്തു. ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ, മാനേജർ ജയശ്രീ മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹം തുടർച്ചയായിട്ട് ഒറ്റ മാസം പോലും മുടങ്ങാതെ 1-2 തവണ ഇവിടെ വരുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഒത്തിരി നന്ദി സാർ. അങ്ങയുടെ ഞങ്ങളോടുള്ള ആ കാരുണ്യത്തിനും ആ സ്നേഹത്തിനും എല്ലാം ഞങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കും. എന്നും ശാന്തി നിവാസ് ചാരിറ്റബിൾസിനെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് എപ്പോഴും അത് ഇവിടെ ഉണ്ടാകും. അതുപോലെ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവർക്കും നന്മ വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോറ് വിതരണം റിയാദ് നാപ്കോ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഹാഷിം കുട്ടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഈ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഊർജ്ജം പകരാനുള്ള ദൈവത്തിൻ്റെ കരുണാസമ്പത്തും ഉണ്ടാകണേ എന്ന് നിങ്ങൾ ഓരോ സമയം പ്രാർത്ഥിക്കണം. അതൊരു ചെറിയ സംരംഭമായിട്ട് പറഞ്ഞു ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് താങ്ങായി ഉണ്ടാവലായി നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ ഈശ്വരൻ നമ്മളുടെ കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിസ്റ്റർ ചെറുപുഷ്പം, സലീം ചാപ്രായിൽ, സുഭാഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണിമലയാറ്റിൽ നീരേറ്റുപുറം ഭാഗത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 65 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നീരേറ്റുപുറം വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം മൃതദേഹം കണ്ടത്. അടുത്തുള്ള കുളിക്കടവിൽ നിന്നും മരിച്ചയാളുടേതെന്ന് തോന്നിക്കുന്ന കൈലിയും ചെരുപ്പും സോപ്പുമൊക്കെ കാണാനായിട്ടുണ്ട്. പുളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. RSS ദക്ഷിണ മേഖലാ പഠന ക്യാമ്പിന് തുടക്കമായി. പുന്നപ്ര അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 19 വരെയാണ് ക്യാമ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നായി 1000-ഓളം തെരഞ്ഞെടുത്ത പ്രവർത്തകരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 15 നാൾ നീണ്ടു നിൽക്കുന്ന ശിബിരമാണ് അറവുകാട് സ്കൂളിൽ നടക്കുന്നത്. ശിബിരത്തിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 9:15 പ്രശസ്ത സിനിമാ സീരിയൽ ഗാനരചയിതാവ് രാജീവ് വാലിങ്കൽ നിർവഹിച്ചു. നല്ല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാനും നല്ലവരുടെ അടുത്ത് സത്സംഗം ഉണ്ടാവാനും ഒക്കെയുള്ള ഭാഗ്യം ഈ പ്രായത്തിലാണ് ഉണ്ടാവേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആരുമില്ല, ഞാൻ വളരെ ചെറുതാണ് എന്നൊരു തോന്നലാണ്. അപ്പോൾ ഞാൻ
തെളിച്ച ഈ ദീപമാണ് ഭാരതീയ വിശ്വാസമനുസരിച്ച് ഏറ്റവും വലിയ ഐശ്വര്യം. 8 ഐശ്വര്യങ്ങളിൽ അവസാനത്തെ ഏറ്റവും ഉന്നതമായ ഐശ്വര്യത്തിൻ്റെ പേരാണ് പ്രാകാശികം. അപ്പോൾ ആദ്യത്തെ ഐശ്വര്യം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ ഐശ്വര്യത്തിൻ്റെ പേര് അണിമ എന്നാണ്. ഞാൻ അണുവാണ്, ചെറുതാണ് എന്നെനിക്ക് സ്വയം ബോധ്യം വന്നാൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, മിണ്ടരുത്, അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരുടെയോ ആണല്ലോ, ഇവർ ആരാണിത് എന്നൊരു ചോദ്യമേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചോദ്യം മനസ്സിനോട് ചോദിച്ചാൽ തന്നെ നമ്മൾ തീർന്നു പോകും. ഉദ്ഘാടന യോഗത്തിൽ സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ കേശവൻ വി നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ മഹാസുഹൃത ഹവനയജ്ഞം ഈ മാസം 9 മുതൽ 12 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്രാങ്കണത്തിൽ 9 രാവിലെ 6 കൊടി ഉയർത്തുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാസുഹൃത ഹവനയജ്ഞം, ആ യജ്ഞം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിയാരം ക്ഷേത്രത്തിൽ മാത്രമാണ് നടത്തപ്പെട്ടത്. അതിനുശേഷമാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഈ മഹായജ്ഞം നടക്കാൻ പോകുന്നത്. ആ യജ്ഞത്തിൻ്റെ മഹത്വം ആ അക്ഷരം തന്നെ അറിയാം. സുഹൃത യജ്ഞം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ച് മരിച്ചുപോയ ആളുകൾക്കും പൂർവികർ ചെയ്ത കർമ്മദോഷത്തിൻ്റെയും മുജ്ജന്മപാപത്തിൻ്റെയും 7 തലമുറ മുമ്പ് ഉള്ള കാര്യങ്ങളാണ് മനുഷ്യജന്മത്തിൽ എടുക്കുക എന്ന് ആചാര്യമതം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മകലശ പൂജ, സുഹൃത ഹവനം, വിശിഷ്ട സദസ്, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയെല്ലാം മഹാസുഹൃത ഹവന യജ്ഞത്തിൻ്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ, ജസ്റ്റിസ് എൻ നഗരേഷ്, മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും. നെടുമുടി പൊങ്ങ 1564 നമ്പർ NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള തയ്യിൽ ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി ശിലാസ്ഥാപന കർമ്മം നടത്തി. തിങ്കളാഴ്ച രാവിലെ 11:25-നും 11:55-നും മധ്യേയായിരുന്നു ചടങ്ങുകൾ. തന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മുൻ ദേവസ്വം മാനേജർ AG ചന്ദ്രശേഖരൻ നായർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് സുരേഷ് പെരിയാത്ത്, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മുത്തുമോൻ, സെക്രട്ടറി സതീശൻ, ട്രഷറർ വിജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഏകദേശം 500 വർഷം പഴക്കം ചെന്ന ഈ ക്ഷേത്രം തയ്യിൽ കുടുംബത്തിൻ്റെ വകയായിരുന്നു. 1990-ൽ ഈ കുടുംബക്കാർ 1564 നമ്പർ കരയോഗത്തിന് ക്ഷേത്രം വിട്ടു നൽകുകയായിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.